ഞാനേ അരുണിന് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നില്ല, യൂട്യൂബിൻ്റെ അകത്ത് കണ്ടതല്ലേ. അപ്പോൾ അവന് അതിൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പറയാനുള്ളതൊക്കെ മനസ്സ് തുറന്ന് പറയണം കേട്ടോ. ഈ വീഡിയോ നോക്ക്, ലാസ്റ്റത്തെ ഒന്ന് ഓപ്പൺ ആക്കി. ഇത് ശരിക്കും ഒരു പിരി 2 പിരി ഒന്നല്ല, മൊത്തം പിരിയും പോയാൻ തോന്നുന്നു. ഗൈസ്, ഓന്റെ കാമുകിയുടെ വീഡിയോ ആണ്. മച്ചിപ്പശുണ്ട്. ഗുരുവായൂരിന്ന് ഓൻ തല്ലുണ്ടാക്കിയ മച്ചി ഉണ്ടല്ലോ, അവളുടെ വീഡിയോ ആണ്. മച്ചീനെ വിളിച്ചാ പോരാ. അപ്പൊ ആണും പെണ്ണും കെട്ടതാണ്. ഓർക്ക് ഒരു പേര് പറയുമ്പോ ഒരു അഭിമാനം ഉണ്ടാവും. ഈ വീഡിയോ എടുത്തതാ പോസ്റ്റ് ചെയ്യൂ. അയ്യോ മോള് അങ്ങനെ തന്നെ പറയും. ആളെ കാണാത്തവരുണ്ടെങ്കിൽ ഇനി ഈ ഒരു പേര് വന്ന് ഇനി ഏതോ കളിയാക്കി അല്ലെങ്കിൽ ഒരു കുഴപ്പം ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ആളെ മനസ്സിലായില്ലെങ്കിൽ വെറൈറ്റി മീഡിയന്റെ ഇവൻ തല്ലു കൂടിയ ഒരു വീഡിയോ ഉണ്ട്, അതിൽ കാണാം. എങ്ങനെയാ നിക്കുന്നതെന്ന് കാണിച്ചെടുത്ത്. ഗുരുവായൂർ നിന്ന് ഓളെ നിപ്പ്. അപ്പൊ ഞാൻ എന്താക്കി, ഞാൻ ഇന്ന ഫോട്ടോ എടുക്കാൻ എനിക്ക് മനസ്സിലാക്കി, എന്റെ ഫോട്ടോ എടുത്തേക്ക്. ഞാൻ എന്റെ ഫോണിൽ ആരോ വീഡിയോ കോൾ ഗുരുവാരാണല്ലോ വീഡിയോ കോൾ ഞാൻ ഇങ്ങനെ വെച്ചതാ. കുറച്ച് കഴിയുമ്പോ എഴുന്നൊക്കെ ആള് വന്നു ഫോട്ടോ എടുത്തെന്ന് അറിഞ്ഞിട്ട്. എനിക്ക് എന്തിനാ കണ്ട നായിന്റെ ഫോട്ടോ എടുത്തിട്ട് വൈറലാവേ. ഒന്നുമില്ലെങ്കിൽ നിങ്ങക്ക് കുട്ടികളില്ലാണ്ട് ഒരു കാര്യമല്ലാണ്ട് എന്നെ കുറവാക്കിയതാ ആ ഗുരുവായൂർ അമ്പലനാടെന്ന്. ഞാൻ ഇപ്പോഴും പറയാണ്, ആ ഗുരുവായൂർ അമ്പലനാട് നിന്നെ കുറവാക്കിയതിനെ കൊണ്ട് അന്ന് ഞാൻ നോട്ട് വെച്ചാൽ നായിന്റെ മോളെ പെരടി ഉണ്ടാവില്ല. ഇതിനിപ്പോ ഇങ്ങനെ എങ്ങനെ ചിന്തിച്ചാലും, ഞാൻ ദുഷ്ടനാന്ന് വിചാരിച്ചാലും, ഞാൻ വൃത്തികെട്ടോനാന്ന് വിചാരിച്ചാലും, ഞാനിനി ചിലർ പറയണ്ട തന്തയ്ക്കും തള്ളയ്ക്കും പെർക്കാത്തവരൊക്കെ ഉണ്ടാവുന്ന അയച്ചാ വർത്താൻ പറയുന്നവര് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒരു ഇതുമില്ല. കേടിക്കല്ലേ, ഓളെന്റെ കൈ കിട്ടിയാൽ ഞാൻ അടിക്കും. അടിച്ചതിന് കേസല്ലേ, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങ് പോയി കിടന്നോളൂ. എന്നാലും വേണ്ടില്ല, അന്തസ്സുണ്ടോ എനിക്ക് ചെയ്തേനെ ഞങ്ങൾ പോയി കിടന്നോളൂ. അപ്പൊ ചേച്ചിയെ നിങ്ങളെ വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചെടുത്തായിരുന്നു. മച്ചിന്റെ വീഡിയോയെ എന്തൊക്കെ ഉണ്ടായിട്ടെന്താ. ഇന്നോ വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ച എന്റെ പൊന്നാരെ തള്ളേ, എന്തിനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ മാറിയാലും വേണ്ടില്ല. ഞാൻ നാണം കേട്ട് നാട്ടിന്ന് പുറത്തിറങ്ങാൻ പറ്റാണ്ടായി പോയാലും അന്നേം കൊണ്ടേ ഞാൻ പോകുമ്പോളെ ഒളിച്ചോട്ടം ഗായ്സ്. ജോളെ കൊണ്ട് ഒളിച്ചോടൂ. അപ്പോ അരുണിന് പെണ്ണ് സെറ്റായി. ആ പെണ്ണിന്റെ ഫോട്ടോ ഞാൻ കൊടുക്കാവേ. ചേട്ടനും കിട്ടി. എന്റെ പ്രോപ്പർട്ടി സ്വന്തമാണ്, അത് ആരും കാണുന്നെങ്കിൽ വലിയ ഇഷ്ടമില്ല. ദേഷ്യം പിടിച്ചിട്ട് പറയാണ്, നീ ഇപ്പൊ മോൾ എങ്ങനെ ചിന്തിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എന്റെ ഫോട്ടോ എങ്ങാനും കൊടുത്തിട്ട് അല്ല അതന്നെ ഓളെ ഫോട്ടോ ഞാൻ പ്രേമിക്കുന്നോളെ ഫോട്ടോ എങ്ങാനും കൊടുത്ത് ആ തെറിത്താത്ത ബീവിന്റെ മോനെങ്ങാനും അടിച്ചു മാറ്റി കൊണ്ടുപോയാല് എല്ലാത്തിനും ഞാൻ കൊണ്ടു. ഓനാണെ കൊണ്ടു സ്വന്തം അമ്മേനെ ലിപ്പടിക്കുന്നവനാ. എന്റെ പൊന്നാര തള്ളേ, നീ എന്തിനാ മറ്റുള്ളവരുടെ മുമ്പിൽ മൊയന്താവുന്നത്? സത്യമായിട്ട് നിന്നോട് ഒരു സഹതാപം തോന്നുന്നടി. ഡ്രസ് എനിക്ക് ഇടാൻ പറ്റിയെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ കണ്ടിക്കാൻ തുണി പൊക്കി കാണിക്കുന്നത്. പാവാട പൊക്കി കാണിക്കുന്നത്. വേറൊരു കാര്യം, തുണിന്റെ കാര്യം പറഞ്ഞപ്പോ ഉണ്ടല്ലോ, അതിനെ ഇടാനൊന്നും ഇല്ലടോ. ഒരൊറ്റ ഡ്രസ് തന്നെ. ഇനി 2 പക്ഷെ ഒന്നുറപ്പാ അപ്പേരും പറഞ്ഞ നാളെ എനിക്കിപ്പോ ഇടാൻ പറ്റാത്ത ഏതെങ്കിലും അവസരമൊക്കെ ആയിപ്പോയി ഞാൻ, അത് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ അന്നായില്ല ഞാൻ വെറുതെ
ഈ വീഡിയോ ഇനി എത്ര വൈറലായിട്ട് ഏതോർക്ക് കൊണ്ടു കൊടുത്താൽ ഒരാഴ്ചയായി വീഡിയോ ഇടുന്നു ഒരേ കോസ്റ്റ്യൂമിലെടി എന്തേലും വാങ്ങടി നിനക്ക് ഒന്നുമില്ല യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നല്ലേ ചെങ്ങായിട്ടല്ല അണ്ടി പോയി അണ്ണാനെ പോലെ ആ അത് ആറാട്ടെണ്ണന്റെ സ്റ്റെപ്പിനെയാ അവള് എന്റെ പൊന്നാരാഴ്ചയെ സെയിം